നമസ്കാരം. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പുനലൂർ റൂട്ടിൽ വാഹന അപകടം 3 പേർ മരണപ്പെട്ടു. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്ന അക്ഷയ് എന്ന മകി 23, സുജിത് ഭവനിൽ തഴമേൽ ജ്യോതിലക്ഷ്മി 21, കരവാളൂർ നീലമ്മാൾ പള്ളിവടക്കേതിൽ ശ്രുതിലക്ഷ്മി 16 വയസ്സ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. ഓട്ടോ ഡ്രൈവർ മഹിയുടെ അമ്മയെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ എത്തിച്ചതിനു ശേഷം അഞ്ചലിലെത്തിയ ഇവർ കരവാളൂർ സ്വദേശിയെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി രാത്രി 1 മണിക്ക് പുറപ്പെടുന്ന സമയത്താണ് മാവളയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. പുനലൂരിൽ നിന്ന് വന്ന ആന്ധ്ര സ്വദേശികളായ അയ്യപ്പ ഭക്തരുടെ ബസും ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അഞ്ചൽ സിഐയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുന്നു. ശ്രുതി കരവാളൂർ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജ്യോതി നേഴ്സിംഗ് പഠനത്തിനായി ചേരാൻ തയ്യാറെടുക്കുകയായിരുന്നു. മകി അഞ്ചൽ തഴമേൽ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുമായിരുന്നു. നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വളരെ വിഷമകരമായൊരു നിമിഷത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന തഴമേൽ 15ാം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തനത്തിനൊപ്പം നിന്ന് സഹകരിച്ച മഹി എന്ന പയ്യൻ, അക്ഷയ് എന്നാണ് ഒറിജിനൽ നെയിം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുവും കരവാളൂർ സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്ന ഒരു 3 അംഗ ചെറുപ്പക്കാരുടെ ഒരു വാഹനമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ അവർ നമ്മെ വിട്ട് പൊലിഞ്ഞു പോയത്. കഴിഞ്ഞ രാത്രിയിൽ 1 മണിയോടുകൂടിയാണ് മാവളയിൽ വെച്ച് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സുമായി കൂട്ടിയിടിച്ച് തഴമയിൽ സ്വദേശിയായിട്ടുള്ള ജ്യോതി, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയ്, നീലാമോൾ സ്വദേശിയായിട്ടുള്ള ശ്രുതി, SLCക്ക് കരവാളൂർ AMMHSൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ജ്യോതി നമ്മുടെ ബാംഗ്ലൂരിൽ BSc നേഴ്സിംഗ് അവസാന പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ശ്രുതിയെ നീലാമോളിലുള്ള വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രാ മധ്യയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ശ്രുതിയും ജ്യോതിലക്ഷ്മിയും സഹോദരികളാണ്. നാടിനെ നടുക്കിയ വലിയ ഒരു ദുഃഖകരമായ വാർത്തയാണ് അതിരാവിലെ പുറം ലോകം അറിയുന്നത്. ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ നാട്ടിലെ എല്ലാ മനുഷ്യരും അപകടമുണ്ടായ സ്ഥലത്തും ആശുപത്രിയിലും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ എല്ലാവരും വലിയ മാനസികമായ പ്രയാസത്തിലാണ്.